കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ ഫൈനൽ ദിവസവും നമ്മളെ ഫൈനൽ ലുക്കും നമ്മൾ ഇന്ന് കാണാനായിട്ട് പോവാണ് കേട്ടോ. പുൽക്കൂട്ടിൽ നമ്മൾ ആകാശം ഒരു ബോർഡുമൊക്കെ വരച്ചിട്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുൽക്കൂട് നമ്മൾ ഉണ്ടാക്കിയിരുന്നു, അത് നമ്മളിവിടെ വെക്കുന്നുണ്ട്. അതിന് മുകളിൽ വൈക്കോല് വെക്കാൻ കേട്ടോ. പിന്നെ കൊട്ടാരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു വീട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു കിണർ ഇവിടെ സൈഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് നമ്മൾ മുളപ്പിച്ചിട്ട് ഒരു ഗ്രീനറി പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ ഒരു ദിവസം വരെ അതൊരു കുഴപ്പമില്ലാതിരുന്നതാട്ടോ. പക്ഷേ പിന്നെ നെക്സ്റ്റ് ഡേ ആ ഒരു ഗോതമ്പ് നമ്മൾ മുളപ്പിച്ചത് ഫുള്ളായിട്ടും നാശമായി പോയി. എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ ഉള്ളിൽ കൂടെ പൂച്ചയോ എലിയോ എന്തോ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പൂച്ചയുണ്ട് ഇവിടെ, ഒരു കണ്ടൻ എന്ന് പറഞ്ഞിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു പൂച്ചയുണ്ട്. അത് നിങ്ങൾ കാണാറില്ല. ആ പൂച്ചയല്ലേ, ആ പൂച്ച പാവാ. പക്ഷെ മറ്റേ പൂച്ച ഇത്തിരി പ്രശ്നമാണ്. അപ്പോൾ ആ പൂച്ചയാണോ കയറി നശിപ്പിച്ച് എന്താണെന്ന് അറിഞ്ഞൂടാ. ആ ഗോതമ്പ് മുഴുവൻ നാശമായി. അപ്പോൾ ഞങ്ങളിതേ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു കാർപ്പറ്റ് പോലെ കിട്ടുന്നത് മേടിച്ച് അവിടെ വെച്ചു. മനസ്സിലിത്തിരി സങ്കടമായിട്ടോ ആ ഒരു ഗോതമ്പ് മുഴുവൻ നാശമായി പോയപ്പോൾ. പക്ഷെ എന്താ ചെയ്യുക, ചില സമയത്ത് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ടാണ് നമ്മുടെ പുൽക്കൂട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഈ വൈക്കോല് നമ്മൾ ഒരു കാർഡ്ബോർഡ് സ്റ്റിക്ക് ചെയ്തിട്ടാണ് പുൽക്കൂടിന് മുകളിൽ വെച്ചത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ വലിയ ഐറ്റംസ് എല്ലാം തന്നെ നമ്മുടെ പുൽക്കൂട്ടിൽ വെച്ചു. അതിൻ്റെ ഇടയിൽ വാട്ടർഫോൾ പോലെ തോന്നുന്ന രീതിയിൽ ഒരു കരിങ്കല്ല് വെച്ചിട്ട് അതിൻ്റെ അടുത്തൊരു കുളം വരുന്ന രീതിയിൽ ഇങ്ങനെയും കൂടി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത്, ഈ ഒരു ബ്ലൂ കളർ മിക്സും അതോടൊപ്പം തന്നെ ഈ ഒരു കുഞ്ഞു കുളമൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഡേ 3 എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പുൽക്കൂട്ടിലോട്ട് ചെറിയ ചെറിയ ഐറ്റംസ് നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉള്ളതുണ്ട്. അതെല്ലാം തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന ഓരോ ചെറിയ ഐറ്റംസും നമ്മൾ മുൻ വർഷങ്ങളിൽ വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. അതെല്ലാം തന്നെ നമ്മളിവിടെ വെക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഓരോ വർഷവും പല പല ഐറ്റംസ് ഉണ്ടാക്കിയാൽ നമ്മുടെ ക്രിപ്പ് സെറ്റിൻ്റെ കളക്ഷനിലേക്ക് കുറേ ഐറ്റംസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് രൂപങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ രൂപങ്ങളെല്ലാം തന്നെ പുൽക്കൂട്ടിലോട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 സെറ്റ് രൂപങ്ങളുണ്ട്. ഒരെണ്ണം വലിയ സ്റ്റാച്യൂസ് ആണ്, ബാക്കിയുള്ള സെറ്റ് ചെറുതാണ്, ചെറിയ സ്റ്റാച്യൂസ് ആണ്. അപ്പോൾ ആ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ കുറച്ചധികം തന്നെ രൂപങ്ങൾ നമ്മുടെ പുൽക്കൂട്ടിലുണ്ടാവും. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈസയും റോസും ഒക്കെ ഈ പുൽക്കൂട്ടിലെ രൂപങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിപ്പിക്കും കേട്ടോ. അവർ സ്റ്റോറിയൊക്കെ പറയുന്ന പോലെയൊക്കെ ചെയ്യും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. രൂപങ്ങൾ എടുക്കുന്ന ദിവസമാണ് അവർക്ക് ഏറ്റവും താല്പര്യം. എനിക്കും ഈ ഒരു ഭാഗമാണ് ഏറ്റവും ഫേവറേറ്റ്. കാരണം രൂപങ്ങളെല്ലാം കൂടി വെക്കുമ്പോഴാണ് ആ ഒരു നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്രിസ്മസ് ക്രിബിന് കുറേയും കൂടി ഭംഗി വരുന്നത്. നമ്മൾ ആ ഒരു വേറെ ലെവലിലേക്ക് ആവുമെന്ന് പറയില്ല, നല്ല ഭംഗിയാവും. അപ്പോൾ ഇനി ഞാൻ പുൽക്കൂട്ടിലുള്ള പുൽക്കൂട്ടിൽ നിന്ന് ഒരു വഴി പോലെ ഉണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും വേറൊരു കളറ് പൊടിയോ മണ്ണോ എന്താ വെച്ചാൽ ചരലോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ മണലുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഏരിയ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കൊട്ടാരത്തിൻ്റെ മുൻപിൽ നമ്മൾ കുറച്ച് ഗ്രീനറി പോലെ ഒരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഓരോ ഏരിയയുടെ മുൻപിലും നമുക്ക് രൂപങ്ങളും ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമ്മുടേതായ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് മനോഹരമാക്കാം. നമ്മൾ ഇത് കാണുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ട് കാണുന്ന ഒരു സീനറി പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ആക്കിയെടുക്കാം.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലൂടെ നമ്മൾ വന്നിരിക്കുകയാണ്. പുൽക്കൂടിൻ്റെ ഉള്ളിൽ ഔസേപ്പിതാവും മാതാവും ഉണ്ണിയും. ഉണ്ണിയെ സാധാരണ നമ്മൾ ക്രിസ്മസ് ദിവസം പുലർച്ചെയാണ് കുർബാനയ്ക്ക് ശേഷമാണ് കൊണ്ടുവയ്ക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി നമുക്ക് പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്, വൈകുന്നേരത്തെ ലുക്കും അതുപോലെ തന്നെ രാവിലെയും എങ്ങനെ പുൽക്കൂട് ഇരിക്കണേന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും ഹാർഡ് വർക്കാണ് ഈ ഒരു പുൽക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ അതേ ക്രിസ്മസ് ട്രീ ചേട്ടൻ ലൈറ്റ് ചെയ്തു, ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ അപ്പച്ചനും അമ്മച്ചിയാണ് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുഴുവനായിട്ട്. അതോടൊപ്പം തന്നെ ക്രിസ്മസ് ക്രിബിൻ്റെ ആ ഒരു സ്പേസ് സെറ്റ് ചെയ്ത് തന്നത് അപ്പച്ചനായിരുന്നു. ഫുള്ളായിട്ടും ആ മണ്ണൊക്കെ കൊണ്ടിട്ട് എല്ലാം ചെയ്തു തന്നത്. പിന്നെ അമ്മച്ചി ആയാലും ആ ഒരു ഏരിയയിലുള്ള വർക്കുകളും മക്കളായാലും അവരുടെ സജഷൻസും, പിന്നെ ചേട്ടൻ ഫുൾ ലൈറ്റിങ് കാര്യങ്ങൾ, വീടിൻ്റെ പുൽക്കൂടിൻ്റെ എല്ലാ വർക്കുകളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള വർക്കുകൾ ഞാനും ചെയ്തു. അങ്ങനെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് പുൽക്കൂട് നമുക്ക് ഇത്രത്തോളം മനോഹരമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയാൻ കേട്ടോ. നമ്മുടെ ആ ഉള്ള സ്പേസിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്ത പുൽക്കൂട്ടിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് ഈ ഒരു പുൽക്കൂട. കാരണം ലൈറ്റിങ്ങും കൂടി ഇതിൽ നല്ലതായിട്ട് വന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമുക്കിനി പകലത്തെ വ്യൂ ക്രിസ്മസ് ക്രിബിൻ്റെ കാണാം. അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്കാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വീട്ടിലെല്ലാവരും ഹാപ്പിയാണ് അത് ക്രിയേറ്റ് ചെയ്തതിൽ. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ട് അവരുടെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് എനിക്ക് അതിലേറെ സന്തോഷമാവുക. നിങ്ങളെല്ലാവരും നേരിട്ട് വന്ന് ഇവിടെ വന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ആ ഒരു വൈബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കാണണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഒക്കെ എൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ, അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ട് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ നല്ല ഭംഗിയുള്ള, ചെറുതായാലും ഭംഗിയുള്ള ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഹാപ്പി ക്രിസ്മസ്.